ഓണക്കാലമായതോടെ കൊച്ചി നഗരത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. സാധനങ്ങൾ വാങ്ങാനും ഓണക്കാഴ്ചകൾ കാണാനും ആളുകൾ വാഹനങ്ങളുമായി നിരത്തിലിറങ്ങിയതാണ് ഗതാഗത കുരുക്കിന് വഴിയൊരുക്കുന്നത്. പലയിടത്തും മണിക്കൂറുകളോളമാണ് ആളുകൾ റോഡിൽ കുടുങ്ങിക്കിടക്കുന്നത്. വൈറ്റില, പാലാരിവട്ടം, MG റോഡ്, കലൂർ, കടവന്ത്ര തുടങ്ങിയ പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം രൂക്ഷമായ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. നിതിൻ സേവ്യർ വിവരങ്ങളുമായി ചേരുകയാണ്. നിതിൻ, ഏതു കുരുക്കിലാണ്? മധു, നമ്മളുള്ളത് വൈറ്റിലയ്ക്ക് സമീപമുള്ള കുരുക്കിലാണ്. അതായത് എറണാകുളം പൊതുവേ തന്നെ വലിയ തോതിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ്. അതിനൊപ്പമാണ് ഇത്തരത്തിൽ ഈ ഓണക്കാലം കൂടി ആയതോടെ വലിയ തോതിലുള്ള ഒരു കുരുക്ക് റോഡിൽ അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് വാഹനങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് വലിയ തോതിൽ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുമുണ്ട്. കാരണം ഇത് ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ വാഹനങ്ങളുമായി എല്ലാ ദിവസവും ഈ ഓണവുമായി ബന്ധപ്പെട്ട് സാധനങ്ങൾ വാങ്ങാൻ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചകൾ കാണാൻ, അങ്ങനെ കുടുംബത്തോടൊപ്പവും അല്ലാതെയും ഒക്കെ തന്നെ പുറത്തേക്ക് കാറുകളും മറ്റുമായി ഇറങ്ങുന്നത് മൂലമാണ് ഇത്തരത്തിൽ വലിയ ഒരു ബ്ലോക്ക് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു സാഹചര്യം. നമ്മളിപ്പോൾ അല്പസമയം മുൻപാണ് പാലാരിവട്ടത്ത് നിന്നും നെട്ടൂർ ഭാഗത്തേക്ക് വാഹനത്തിൽ പോയത്. അപ്പോൾ ഈ പാലാരിവട്ടം മുതൽ വൈറ്റില മേൽപ്പാലത്തിന് താഴെ വരെ കിലോമീറ്ററുകളോളം ഇങ്ങനെ വാഹനങ്ങൾ നീണ്ടു കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ വൈറ്റില ഭാഗത്തേക്ക് പോകുന്നതാണ്. അതായത് വൈറ്റില സിഗ്നൽ 1.5 മിനിറ്റാണ് ഓണാക്കുക. ഈ 1.5 മിനിറ്റ് ഓണാക്കുമ്പോൾ പോകാൻ പറ്റുന്ന വാഹനങ്ങൾ പിന്നീട് ഇങ്ങനെ കിലോമീറ്ററുകളോളം ഇതിങ്ങനെ നീണ്ടു കിടക്കുന്നത്. ഇപ്പോൾ ഇത് ഇവിടെ നിന്നും വൈറ്റിലേക്ക് ഏകദേശം 800 മീറ്റർ ദൂരമുണ്ടാവും. ആ 800 മീറ്റർ ദൂരത്തിലും ഈ വാഹനങ്ങൾ ഇങ്ങനെ ഇവിടെ കിടക്കുകയാണ്. അതുപോലെ തന്നെയാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക്, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് മാത്രമല്ല എറണാകുളത്തിന്റെ ഭൂരിഭാഗം സ്ഥലവും മഴ കൂടി പെയ്യുന്നത് കൂടി തന്നെ ഈ ബ്ലോക്ക് വലിയ തോതിലാവുകയാണ്. പ്രത്യേകിച്ച് MG റോഡിൽ വലിയ ബ്ലോക്കാണ്. കലൂർ ഭാഗത്തേക്ക് പോയാൽ കലൂർ 4 ഭാഗത്തു നിന്നും ബ്ലോക്കാണ്. കടവന്ത്രയിൽ ബ്ലോക്കാണ്. പാലാരിവട്ടത്ത് അവിടെ മെട്രോയുടെ പണി നടക്കുന്നത് കൊണ്ട് കാലങ്ങളായി അവിടെ വലിയ തരത്തിലുള്ള ഗതാഗത കുരുക്ക് ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് ഈ ഓണക്കാലം അല്ലെങ്കിൽ ഈ മഴയും കൂടി എത്തുന്നതോടുകൂടി വലിയ ബ്ലോക്ക് ഉണ്ടാകുന്നത്. ആളുകൾക്ക് വലിയ തോതിൽ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നേരത്തെ തന്നെ ഓണം ആകുന്നതിന് മുൻപ് തന്നെ ഇവിടെ കളക്ടർ അടക്കമുള്ളവർ ആളുകളോട് കൂടുതൽ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കണം, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ വലിയ ഗതാഗത കുരുക്കുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞതിലാണ്. പക്ഷേ ആളുകൾ സ്വന്തം വാഹനത്തിൽ തന്നെയാണ് പുറത്തേക്ക് പോകുക. അവർക്ക് അത് തന്നെയാണ് കൂടുതൽ സൗകര്യം. ഈ പ്രത്യേകിച്ച് മഴ കൂടിയാണ്. അപ്പോൾ പൊതുഗതാഗതങ്ങൾ, ബസ്സുകൾ കയറി പോകാനോ അല്ലെങ്കിൽ മെട്രോ കയറി പോകാനൊക്കെ ആളുകൾക്ക് വലിയ മടിയുണ്ടാവും, ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എല്ലാവരും സ്വന്തം വാഹനത്തിൽ തന്നെയാണ് കൂടുതലും വരുന്നത്. അപ്പോൾ വലിയ തോതിലുള്ള ഗതാഗത കുരുക്ക് സ്വാഭാവികമായി ഉണ്ടാകും. ഏതായാലും ഇത് ഇനിയിപ്പോൾ നാളെ ഉത്രാടപ്പാച്ചിലാണ്. അപ്പോൾ ഇതിന്റെ ഇരട്ടി തിരക്കിലേക്ക് നാളെ ഈ റോഡ് പോകും. വലിയ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ആളുകൾ വലിയ ബുദ്ധിമുട്ടുന്നുണ്ട്. ഒപ്പം അതിൻ്റെ കൂടെ തന്നെയാണ് ഈ റോഡിൽ വലിയ ബ്ലോക്ക് ഉണ്ടാകുന്നത്. ആളുകൾക്ക് പക്ഷേ ഓണത്തിന് അവർക്ക് കാഴ്ചകൾ കാണേണ്ടതുണ്ട്, അവർക്ക് കുടുംബത്തോടൊപ്പം ആഘോഷിക്കേണ്ടതുണ്ട്, സാധനങ്ങൾ വാങ്ങേണ്ടതുണ്ട്, ഓണത്തിന് ഉണ്ടാക്കേണ്ട സാധനങ്ങൾ, ഒരുക്കേണ്ട വസ്തുക്കളൊക്കെ തന്നെ വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ പുറത്തിറങ്ങാതിരിക്കാനും ആവില്ല. പക്ഷേ ഈ റോഡിലുണ്ടാകുന്ന ഗതാഗത കുരുക്ക് അത് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ മാറ്റാനുള്ള ഒരു സൗകര്യമില്ല. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ സിഗ്നൽ ഓഫ് ചെയ്തിട്ടുണ്ട്. പകരം പോലീസ് ഉദ്യോഗസ്ഥരാണ് അവിടെ ഈ തിരക്കുകളൊക്കെ തന്നെ നിയന്ത്രിക്കുന്നത്. കാരണം ഇത്തരത്തിൽ ഈ ബ്ലോക്ക് സിഗ്നൽ കൂടി വരികയാണെങ്കിൽ ആ ബ്ലോക്ക് വലിയ തോതിൽ ആളുകൾക്ക് പ്രശ്നമുണ്ടാകും. കാരണം സിഗ്നൽ കൂടി വന്നു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ആളുകൾക്ക് സിഗ്നലിൽ മൂവ് ചെയ്യാൻ പറ്റുക. പിന്നീട് അങ്ങോട്ട് വീണ്ടും പഴയ പോലെ തന്നെ വലിയ ബ്ലോക്കിലേക്ക് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ പോലീസുകാർ നിന്ന് മാനുവലി ഇത് കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിലവിൽ പോയിട്ടുള്ളത്. ഏതായാലും ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ ബ്ലോക്കുണ്ട്. അത് ഓണക്കാലം ആയതോടുകൂടി തന്നെ ഈ ബ്ലോക്ക് നേരത്തെ ഓൾറെഡി എറണാകുളം വലിയ ബ്ലോക്കുള്ളൊരു പ്രദേശമാണ്. അത് ഇരട്ടിച്ചിട്ടുണ്ട്. മഴ കൂടി എത്തിയതോടെ അത് വലിയ പ്രശ്നത്തിലേക്ക് ആ ബ്ലോക്ക് പോകുന്നു. ആളുകൾക്ക് വലിയ ഗതാഗതക്കുറിച്ച് വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മാധു, നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ഇങ്ങനെ ചെറുതായിട്ട് ഇഴഞ്ഞിഴഞ്ഞാണ് വാഹനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ പോകാനോ വാങ്ങിക്കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്താനോ ഇത്തിരി കടുക്കും